So let us go to the MSME schemes. MSME സ്കീമുകൾ നമുക്കറിയാം. GM പറയുണ്ടായി നമ്മുടെ MSME ഡെഫിനിഷൻ has been changed. ടേൺ ഓവറും കോമ്പോസിറ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ കൊണ്ടുവന്നു, ഇൻവെസ്റ്റ്മെന്റ് ടേൺ ഓവർ കൂടെ കൊണ്ടുവന്നുള്ള ക്രൈറ്റീരിയ കൊണ്ട് 250 crore വരെയുള്ള ടേൺ ഓവർ, അതിനകത്ത് എക്സ്പോർട്ട് ടേൺ ഓവർ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം എക്സ്പോർട്ട് ചെയ്താലും അത് വരുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. MSME ഓർഗനൈസേഷൻ നിങ്ങൾക്കറിയാം, MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ, മിനിസ്ട്രി ഓഫ് MSME, നമ്മുടെ ശ്രീ നിതിൻ ഗഡ്കരി ഇസ് ദ മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റ്. MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരാണ് കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെ തിരുവല്ലയിലും ഒരു ലക്ഷദ്വീപിൽ ചെറിയൊരു ഓഫീസുണ്ട്. ഈ MSME ഒരു മേജർ ആയിട്ടൊരു ടെക്നോളജി സെന്റർ ഇവിടെ നമ്മുടെ അങ്കമാലിയിൽ വരുന്നുണ്ട്. ടെക്നോളജി സെന്റർ ഈ ഒട്ടാകെ കൊണ്ട് 18 ടെക്നോളജി സെന്റർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 1000 കോടിയോളം ടേൺ ഓവർ ഉള്ള MSME ടെക്നോളജി, റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഡൈസ്, മോൾഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ടെക്നോളജി സെന്റർ, ഇൻഡോ ജർമ്മൻ, ഇൻഡോ ഡാനിഷ് ടെക്നോളജി ടൂൾ റൂംസ് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഫെസിലിറ്റികൾ നമുക്ക് കോമൺ ഫെസിലിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. MSME സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടെക്നോളജി സെന്റർ എന്നുള്ള സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ്. അങ്കമാലിയിൽ ഒരു ടെക്നോളജി സെന്റർ വരുന്നുണ്ട് ടെൽക്കിന്റെ സ്ഥലത്ത്. MSME ആക്ട് അത് ഞാൻ ഇതിൽ കൂടുതലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ ഹാസ് ഗോൺ. നൗ വി ഹാവ് ഗോട്ട് എ ന്യൂ സ്കീം. മാർക്കറ്റിംഗിന്റെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾറെഡി പറഞ്ഞു, 25% MSMEകളിൽ നിന്ന് വാങ്ങണമെന്നുള്ളൊരു പോളിസി ഉണ്ട്. അതിനകത്ത് 4% പ്രൊക്യൂർമെന്റ് SC/ST ഉണ്ടെങ്കിലും 3% വുമനുമാണ്. ഈ പബ്ലിക് പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ ബിഗ് മാർക്കറ്റ് ഫോർ MSMEs. ഈ നമ്മുടെ GDP-യുടെ അറൗണ്ട് 10%ഓളം പബ്ലിക് പ്രൊക്യൂർമെന്റ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ പ്രൊക്യൂർമെന്റ് ആണ്. ഇറ്റ്സ് എ ബിഗ് മാർക്കറ്റ്. സോ അവർ MSMEs ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് പോളിസി. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പൊ ഈ ജമ്മു ഗവൺമെന്റിന്റെ ഈ മാർക്കറ്റ് അങ്ങനെയുള്ള പല ഫെസിലിറ്റികളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ EMD എക്സംഷനും പ്രൈസ് പ്രിഫറൻസും 15% പ്രൈസ് പ്രിഫറൻസും ഒക്കെയാണ് ഉള്ളത്. അത് MSMEകൾക്ക് ടെൻഡർ ഫ്രീ ഡോക്യുമെന്റ് ആയിട്ട് ടെൻഡർ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. MSME ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അതൊരു സ്കീമാണ് പ്രൊക്യൂർമെന്റ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. MSMEകൾക്ക് പാക്കേജിങ്ങിനും അതുപോലെ തന്നെ എക്സിബിഷനിൽ പങ്കെടുക്കാനും ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസികളെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റുള്ള ഡെവലപ്മെന്റുകളെ കുറിച്ച് അറിയാനും ഒക്കെ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുക, ട്രേഡ് ഫെയർ കണ്ടക്ട് ചെയ്യുക, ബാർകോഡിനെ കുറിച്ചുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള സ്കീമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ സ്കീം അവൈലബിൾ ആയിട്ടുള്ളത്. ഡൊമസ്റ്റിക് എക്സിബിഷനുകളിൽ പങ്കെടുക്കാൻ 30,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫെയറുകളിൽ പങ്കെടുക്കാനും അത് സ്കീം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പാക്കേജിംഗ് സംബന്ധമായിട്ടുള്ള പിന്നെ എംപാനൽഡ് ഏജൻസികൾ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കോമ്പണന്റ് അതിനകത്ത് അവൈലബിൾ ആണ്. മാർക്കറ്റിംഗ് ഹെഡ്സ് റിനോവേഷൻ ചെയ്യാനുള്ള സ്കീം അവൈലബിൾ ആണ്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പ്രോഗ്രാമുകൾ, അതുപോലെ വെൻഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ അതൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള സ്കീം അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ കോർപ്പറേഷൻ്റെ ഒരു സ്കീം അവൈലബിൾ ആണ്. ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾക്ക് ഇന്റർനാഷണൽ എക്സിബിഷനുകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡെലിഗേഷനിൽ പോകാനുമുള്ള ഒരു സ്കീം അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്കീം അവൈലബിൾ ആണ്. 4 ലക്ഷം രൂപ വരെ അതിനകത്ത് ഇന്റർനാഷണൽ ഇവന്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 100% എക്കണോമി ക്ലാസ് ഫെയറും അതുപോലെ തന്നെ ഡെയിലി അലവൻസും ഒക്കെ കൊടുക്കാനുള്ള സ്കീം അവൈലബിൾ ആണ്. അപ്രൂവ്ഡ് എക്സിബിഷനുകളിൽ, അപ്രൂവ്ഡ് ട്രേഡ് ഫെയറുകളിൽ പോകാനുമായിട്ട് അവൈലബിൾ ആണ്. ക്രെഡിറ്റ് സപ്പോർട്ടിൽ MSMEകൾക്ക് MSME ഡിപ്പാർട്ട്മെന്റ് വഴി MSME മിനിസ്ട്രി വഴി കൊളാറ്ററൽ സെക്യൂരിറ്റി ലോൺ CGTMSE, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 2% CGT, നമ്മുടെ GST-നുള്ള യൂണിറ്റുകൾക്ക് 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അവൈലബിൾ ആണ്. ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം 15% സബ്സിഡി ടെക്നോളജി അപ്ഗ്രഡേഷനോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ബേസ്ഡുള്ള എന്റർപ്രൈസുകളോ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ PMEGP, സ്റ്റാൻഡപ്പ് ഇന്ത്യ, മുദ്ര, ഇതൊക്കെ PMEGP അഗൈൻ മിനിസ്ട്രി ഓഫ് MSMEയുടെ സ്കീമാണ്. സ്റ്റാൻഡപ്പ് ഇന്ത്യയും മുദ്രയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് നടപ്പാക്കുന്ന സ്കീമുകളാണ്. CGTMSE 2 crore വരെയുള്ള സ്കീമുകൾക്ക് പ്രോജക്റ്റുകൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് CGTMSE കവറേജോട് കൂടി. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ GST രജിസ്റ്റേർഡ് യൂണിറ്റുകൾക്ക് 2% ഈവൻ ഐദർ ഫോർ ഇൻക്രിമെന്റൽ ലോൺ ഓർ അതർ ടൈപ്പ് ഓഫ് ലോൺസ്, 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. ഇപ്പൊ ഓൾറെഡി സ്കീം ഓപ്പറേഷനിലാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ഈ സ്കീം ഇപ്പോ
ആക്ച്വലി മാർച്ച് 31 ശേഷം എൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫർദർ എക്സ്റ്റൻഷനുള്ള ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുവാണ്. 15% സബ്സിഡിയാണ്. അത് SC/ST എന്റർപ്രണേഴ്സ് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് 10% ഉണ്ട്. അതുപോലെ വിമൺ എന്റർപ്രണേഴ്സിനും മറ്റുള്ള ബാക്ക്വേർഡ് ഏരിയാസിൽ ലൈക്ക് കേരളത്തിലെ വയനാട് പോലുള്ള ഡിസ്ട്രിക്റ്റിലുള്ള എന്റർപ്രണേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ 15% അപ്രൂവ്ഡ് ടെക്നോളജീസുകൾക്കാണ്. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ വിമൺ എന്റർപ്രണേഴ്സോ അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടെക്നോളജിയെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ അപ്രൂവ്ഡ് ടെക്നോളജീസ് വേണമെന്നില്ല, ഏത് ഇൻഡസ്ട്രിക്കും അത് കിട്ടുന്നതാണ്. 51 സെക്ടറുകളിലായിട്ട് 1200ഓളം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ടെക്നോളജീസ് അതിനകത്ത് ഉണ്ട്. ആ ടെക്നോളജീസ് വെച്ചിട്ടുള്ള ഇൻഡസ്ട്രികൾ തുടങ്ങുമ്പോൾ 1 കോടി വരെയുള്ള പ്രോജക്റ്റുകൾക്ക് 15% സബ്സിഡിയാണ് കൊടുക്കുന്നത്. MSMEകളുടെ കോമ്പറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ടെക്നിക്കുകൾ ഗവൺമെന്റ് MSMEകളിൽ വേണ്ട ലീൻ ടെക്നിക്, റിസർച്ച് സർട്ടിഫിക്കേഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡിസൈൻ, ഇൻക്യുബേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ലീൻ മാനുഫാക്ചറിങ് നമുക്ക് അറിയാവുന്നതാണ്. MSMEകളിലെ കോമ്പറ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ടെക്നിക്സുകളാണ്. അതായത് വിഷ്വൽ കൺട്രോൾസ്, SOPs, ജസ്റ്റ് ഇൻ ടൈം, അങ്ങനെയുള്ള കുറെ ജാപ്പനീസ് ടെക്നിക്സ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് MSMEകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആ സിസ്റ്റംസ് 5S വിഷ്വൽ കൺട്രോൾ എന്നൊക്കെ പറയും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് MSMEകൾ മുന്നോട്ട് വരികയാണെങ്കിൽ മിനിമം 4 യൂണിറ്റുകൾ വന്നിട്ട് ഒരു മിനി ക്ലസ്റ്റർ ആക്കി കഴിഞ്ഞാൽ അതിന്റെ 36 lakh വരെ അത് മിനി ക്ലസ്റ്റർ ഫോം ചെയ്യും. 80% ഓഫ് ദ അതിന്റെ പ്രോജക്റ്റിന്റെ 80% വരെ കൺസൾട്ടൻസിനുള്ള ചാർജസ് ഗവൺമെന്റ് വഹിക്കുന്നതാണ്. 20% ഈ മിനിമം യൂണിറ്റുകൾ 4 മുതൽ 10 വരെ യൂണിറ്റുകൾ വന്നിട്ട് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലും QCI ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീറോ എഫക്ട് സീറോ ഡിഫക്ട് Z സർട്ടിഫിക്കേഷൻ, ഡിഫക്ട് ഫ്രീ മാനുഫാക്ചറിങ് ആൻഡ് ഇഫക്ട് മീൻ എൻവറോൺമെന്റൽ ആയിട്ടുള്ള എഫക്റ്റുകൾ ഇല്ലാതെ ഇറ്റ്സ് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. യുണീക്ക് ആൻഡ് ഹോളിസ്റ്റിക് മെച്യൂരിറ്റി മോഡൽ നമ്മുടെ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെച്യൂരിറ്റി മോഡലാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഒരു കമ്പനിയുടെ ഒരു ഫേമിന്റെ ഈ പറഞ്ഞ മാനേജ്മെന്റ് ആസ്പെക്ട്, ക്വാളിറ്റി ആയാലും എൻവറോൺമെന്റ് ആയാലും എനർജി ആയാലും സേഫ്റ്റി ആയാലും നാച്ചുറൽ റിസോഴ്സസ് ആയാലും അങ്ങനെയുള്ള എല്ലാ ISO, IPR, സപ്ലൈ ചെയിൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അങ്ങനെയുള്ള വിവിധ വേൾഡ് ബെസ്റ്റ് പ്രാക്ടീസുകൾ എല്ലാം കൂടെ എടുത്തിട്ടാണ് ഈ 50 പാരാമീറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അതിനകത്തുള്ള 30 പാരാമീറ്റേഴ്സിന്റെ ബേസിലാണ് ഒരു യൂണിറ്റിന് ഇത് അസസ് ചെയ്യുകയും അസസ്മെന്റിന്റെ ബേസിൽ ആ കമ്പനിയെ ഒരു കാറ്റഗറി ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം എന്നുള്ള കാറ്റഗറിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗ്ലോബൽ സപ്ലൈ ചെയിന്റെ ഭാഗമാകാനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പല കലാകാലങ്ങളിൽ ഇപ്പൊ തന്നെ ബാങ്കുകളുടെ ഓൾ ഇന്ത്യ ബാങ്കേഴ്സ് അസോസിയേഷനൊക്കെ അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വെദർ യുവർ യൂണിറ്റ് Z സർട്ടിഫൈഡ് എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ബാങ്കുകളൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് സബ്സിഡികളൊക്കെ Z സർട്ടിഫൈഡ് യൂണിറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ജെമ്മില് രജിസ്റ്റർ ചെയ്യുമ്പോൾ Z സർട്ടിഫൈഡ് ആണെങ്കിൽ വെൻഡർ സ്പെഷ്യൽ ആയിട്ടുള്ള വെൻഡർ വാലിഡേഷൻ ആവശ്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് Z കൊണ്ടുപോയി ജെമ്മില് വെൻഡർ വാലിഡേഷൻ പോളിസിയിൽ Z ഉണ്ടെങ്കിൽ നോട്ട് ബി സെപ്പറേറ്റ് ആയിട്ടുള്ള വാലിഡേഷൻ ആവശ്യമില്ല ജെമ്മില്. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് MSMEകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു പ്രൊസീജിയർ ഉണ്ട്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം, പിന്നെ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം, പിന്നെ സൈറ്റ് അസസ്മെന്റ്, അങ്ങനെ പ്രൊസീജിയർ ഉണ്ട്. ഈ സെൽഫ് അസസ്മെന്റിന് 10,000 രൂപയാണ് ഫീസ്. പക്ഷെ അതിന് മൈക്രോ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ 80% കുറച്ചടച്ചാൽ മതി, 2,000 രൂപ അടച്ചാൽ മതി. അതുപോലെ സൈറ്റ് അസസ്മെന്റ് ആണെങ്കിലും 80,000 രൂപയുടെ ഫീസ്, അതിന് 16,000 രൂപയുള്ള ഫീസ് ബാക്കിയുള്ള സബ്സിഡിയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗ്യാപ്പ് അനാലിസിസിനും ഹാൻഡ് ഹോൾഡിങ്ങിനും നമ്മളെ എക്സ്പെർട്ടുകൾ വന്നിട്ട് അതാണ്ട് 2 ലക്ഷം രൂപയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കും. അതിനും ഇതുപോലെ 80% മൈക്രോ യൂണിറ്റ് ആണെങ്കിൽ സ്മോൾ ആണെങ്കിൽ 60% സബ്സിഡി ഉണ്ട്. ഇത് കേരളത്തിൽ ഇപ്പോൾ വജ്ര റബ്ബർ പോലുള്ള യൂണിറ്റുകൾ, റബ്ബർ മേഖലയിലെ വജ്ര റബ്ബർ പോലുള്ള യൂണിറ്റുകൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ബേസിൽ അവർക്ക് ബ്രിട്ടീഷ് ടെലികോമിന്റെ പോലെ ഓർഡർ കിട്ടിയതായിട്ട് അതിന്റെ MD ഈ ശബരിനാഥിനോട് പറയുണ്ടായി. അപ്പൊ അതുപോലുള്ള നമ്മളൊരു വേൾഡ് ബെസ്റ്റ് പ്രാക്ടീസുകളാണ് Z കൊണ്ടുവരുന്നത്. നിങ്ങളത് Z സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് സെൽഫ് അസസ്മെന്റ് വേണ്ടിയിട്ട് ചെയ്യുക. സെൽഫ് അസസ്മെന്റ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും പോസ്റ്റ് ഒന്നും ഇല്ല. Z.in എന്നുള്ള സൈറ്റിൽ പോയിട്ട് സെൽഫ് അസസ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു എങ്ങനെയാണത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫർദറായിട്ട് 2,000 രൂപ അടിച്ച് നമുക്ക് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് ചെയ്യാം. 2,000 രൂപ അടിച്ച് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അസസ്മെന്റ് റിപ്പോർട്ട് കിട്ടും. അതിന്റെ ബേസിലായിട്ട് വി ക്യാൻ തിങ്ക് അബൌട്ട് വെദർ വി ഹാവ് ടു ഗോ ഫോർ ഫർദർ അസസ്മെന്റ്.
ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഗവൺമെന്റ് MSMEകൾക്ക് വേണ്ടി നമ്മുടെ MSME ഈ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ MSME മിനിസ്ട്രി റീഇംബേഴ്സ്മെന്റ്. നാഷണൽ പേറ്റന്റ് ആണെങ്കിൽ, ഫോറിൻ പേറ്റന്റ് ആണെങ്കിൽ 5 lakh, ട്രേഡ് മാർക്ക് എടുക്കുകയാണെങ്കിൽ 10,000 രൂപ, GA എടുക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫെസിലിറ്റേഷൻ സെന്റർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി രേഖ ആണ് അതിന്റെ കോർഡിനേറ്റർ. അപ്പൊ നിങ്ങൾക്ക് പേറ്റന്റ് എടുക്കാനോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ സമീപിക്കാം. പിന്നെ റീഇംബേഴ്സ്മെന്റ് കിട്ടാനായിട്ടും ഈ പറഞ്ഞ റീഇംബേഴ്സ്മെന്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്കിന് 10,000 രൂപ വരെ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പേറ്റന്റ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, ഫോറിൻ പേറ്റന്റ് ആണെങ്കിൽ 5 lakh rupees റീഇംബേഴ്സ്മെന്റ് കൊടുക്കും. GE ഉണ്ടെങ്കിൽ റബ്ബർ മേഖലയിൽ ഏതെങ്കിലും GEയുടെ സ്കോപ്പ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പങ്കെടുക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാഞ്ഞിരം അങ്ങനെയുള്ള ഈ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും GEക്കുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അപ്പൊ MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്ന MSME IPFC ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ട്രേഡ് മാർക്ക്, ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ പേറ്റന്റ് നമുക്ക് എടുക്കാവുന്നതാണ്. പ്രോഡക്റ്റ് ഡിസൈൻ കഴിഞ്ഞാൽ അതിന്റെ ഡിസൈൻ പേറ്റന്റ് നമുക്ക് എടുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പേറ്റന്റ് അല്ലെങ്കിൽ IP എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ ബിസിനസ് അസറ്റ് ആയിട്ട് മാറ്റുകയും നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഡിസൈൻ ക്ലിനിക്ക്, നിങ്ങൾക്ക് പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഞാൻ പറഞ്ഞത് ഐസ്തെറ്റിക് ആയിട്ടുള്ള അതിന്റെ ലുക്ക്, പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുമായിട്ട് ചേർന്നിട്ട് നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള സ്കീം അവൈലബിൾ ആണ്. ഈ പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് 75% മൈക്രോ എന്റർപ്രൈസിനും 60% MSMEകൾക്കും. പ്രോജക്ട് കോസ്റ്റിന്റെ 40 ലക്ഷം രൂപയുള്ള പ്രോജക്ട് കോസ്റ്റിന്റെ 75% മൈക്രോ യൂണിറ്റുകളും 60% MSMEകൾക്കും കൊടുക്കുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആയിട്ട് ചേർന്നിട്ടുള്ള അവരുടെ ഫാക്കൽറ്റീസിന് ഉപയോഗിച്ചിട്ട് പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ, അതുപോലെ കുട്ടികളുടെ സ്റ്റുഡന്റ് ഡിസൈൻ പ്രോജക്റ്റുകൾക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. കൊല്ലത്ത് നമുക്ക് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അങ്ങനെയുള്ള അവിടെയുള്ള കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസൈൻ പ്രോജക്റ്റുകൾ ടേക്കപ്പ് ചെയ്യാം. അതിനും അസിസ്റ്റൻസ് അവൈലബിൾ ആണ്. നേരത്തെ പറയേണ്ട ബിസിനസ് ഇൻക്യുബേഷൻ നമ്മുടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്രോസസ് ഞങ്ങൾ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പുതിയ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അപ് ടു 15 ലക്ഷം രൂപ വരെ ഒരു ഐഡിയക്ക് സബ്ജക്റ്റ് നിങ്ങളുടെ MSMEകളുടെ അല്ലെങ്കിൽ എന്റർപ്രണറുടെ കോൺട്രിബ്യൂഷൻ 15% ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റികൾ കേരളത്തിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ MSMEയുടെ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഇന്ത്യ പോർട്ടൽ, ഒരു ഡിജിറ്റൽ MSMEയുടെ ഭാഗമായിട്ട് ഇതുപോലെ നമ്മുടെ കേരളത്തില് ജെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രൊക്യൂർമെന്റ് മാത്രമുള്ളതാണ്. ഒരു പ്രൈവറ്റ് പാർട്ടീസ് കൂടെ പ്രൊക്യൂർ ചെയ്യുന്നതിൽ MSMEകളുടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ പോർട്ടൽ വരുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് ആണ്. ക്ലസ്റ്റർ ഡെവലപ്മെന്റ് ഒരു വലിയ MSME മിനിസ്ട്രിയുടെ ഒരു വലിയ സ്കീമാണ്. ഈ സ്കീമിനകത്ത് നമ്മുടെ റബ്ബർ പാർക്കിലെ യൂണിറ്റുകൾ പോലുള്ള ആൾക്കാരൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി റബ്ബർ ഇൻഡസ്ട്രിയുടെ ഒരു ക്ലസ്റ്റർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ഹബ്സ്, അങ്ങനെയുള്ള പല കോമ്പണൻസ് ആണുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമ്മുടെ റബ്ബർ പാർക്ക് ഐരാപുരത്തിൽ റബ്ബർ പാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റികൾ സെറ്റപ്പ് ചെയ്യാനാണ്. അതിൽ 60% വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ എക്സിസ്റ്റിംഗ് പാർക്കുകൾക്കും പുതിയ പാർക്കുകൾ ഉണ്ടാക്കാം. പക്ഷെ അത് ഗവൺമെന്റ് ഏജൻസികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കോമൺ ഫെസിലിറ്റി സെന്റർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. കമാസ് എ ക്ലസ്റ്റർ മിനിമം 20 യൂണിറ്റുകളും മുന്നോട്ട് വരണം. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്രാന്റ് അപ് ടു 70% ഓഫ് ദ പ്രോജക്ട് ഇസ് അവൈലബിൾ ഫോർ കോമൺ ഫെസിലിറ്റി സെന്റർ. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ 60% ഓഫ് ദ പ്രോജക്ട് കോസ്റ്റ് ഇസ് അവൈലബിൾ ഇഫ് ദ ലാൻഡ് ഈസ് ഓൺഡ് ബൈ എ ഗവൺമെന്റ് ഓഫ് കേരള ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസി. സ്കിൽ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രി മോട്ടിവേഷൻ ക്യാമ്പയിൻ, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതൊക്കെ MSME ഇതുപോലുള്ള അവയർനെസ് പ്രോഗ്രാം ഒക്കെ നടത്തുന്നുണ്ട്. ഡിലേഡ് പേയ്മെന്റിന് MSMEകളുടെ ഡിലേഡ് പേയ്മെന്റുകൾ ഇപ്പൊ ആത്മനിർഭർ പാക്കേജിൽ തന്നെ എല്ലാ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും 45 ദിവസത്തിലുള്ള പേയ്മെന്റ് കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് PSUകൾക്കാണ് ആ നിർദ്ദേശം വന്നിരിക്കുന്നത്. MSME സമാധാൻ പോർട്ടൽ വഴി അതിനുള്ള സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് MSME സമാധാൻ പോർട്ടൽ.
you can file your case. MSMEകൾക്ക് നാഷണൽ അവാർഡുകൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് അങ്ങനെയുള്ള VIP-കളിൽ നിന്ന്. കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ലൂയിസിന്റെ റബ്ബർ യൂണിറ്റ് ചങ്ങനാശ്ശേരിയിലുള്ള യൂണിറ്റിന് കിട്ടുകയുണ്ടായി. അതുപോലെ കോട്ടയത്തെ യൂണിറ്റിനും കിട്ടുകയുണ്ടായി. അതുപോലെ നമുക്ക് റബ്ബർ മേഖലയിലുള്ള കേരളത്തിലെ യൂണിറ്റുകൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ട്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റമാണ്. നമ്മുടെ പേയ്മെന്റുകൾ നമുക്ക് ലാർജ് എന്റർപ്രൈസുകൾ ഒക്കെ നമ്മുടെ ബിൽ ഡിസ്കൗണ്ടിങ്ങിനുള്ള സംവിധാനം ഇപ്പൊ ഓപ്പറേഷനിലാണ്. നിങ്ങൾക്ക് പലർക്ക് അറിയാമായിരിക്കും. ബാങ്കുകൾ വഴി നമുക്ക് നമ്മളുടെ പേയ്മെന്റ് പെട്ടെന്നാക്കാൻ വേണ്ടി നമ്മുടെ ബില്ലുകൾ ഈ ഓൺലൈൻ സിസ്റ്റം വഴി നമുക്ക് ബാങ്ക് വഴി പൈസ കിട്ടുകയും ആ സമയമാകുമ്പോൾ അതിന്റെ ബയർ ബാങ്കുകൾക്ക് പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ട്രെഡ് സിസ്റ്റം. ആത്മനിർഭർ അഭിയാന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് 20 ലക്ഷം രൂപ സ്കീം 20 lakh crore ഒരു പാക്കേജ് 5 lakh crore MSMEകൾക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു പാക്കേജ് MSMEകൾക്ക് കൊടുക്കുന്നത് ഇത്രയും ഒരു പ്രാമുഖ്യം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. 3 ലക്ഷം കോടി രൂപയുടെ എമർജൻസി ക്രെഡിറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള നിരവധി സ്കീമുകൾ അപ്ലൈ. അതിലെ ഗവൺമെന്റ് പ്രധാനമന്ത്രി പറയണ്ടേ ബിക്കം വോക്കൽ അബൌട്ട് ദ ലോക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് 5 ലക്ഷം കോടി രൂപയുടെ പാക്കേജുകൾ, അതാണ്ട് 15ഓളം ഇനിഷ്യേറ്റീവുകൾ ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ട് വരികയുണ്ടായി. അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. NBA ആയിട്ടുള്ള യൂണിറ്റുകൾ ആൾറെഡി RBIയുടെ കൊണ്ട് നമ്മളെ റീസ്ട്രക്ചറിങ് MSMEകളുടെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് 2020 ഡിസംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേഷന്റെ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 6 മാസത്തെ മൊറട്ടോറിയം ലോണുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സബോർഡിനേറ്റ് ഡെപ്റ്റ് എന്ന് പറഞ്ഞത് NBA ആയിട്ടുള്ള 2018 ഏപ്രിലിന് ശേഷം NBA ആയിട്ടുള്ള യൂണിറ്റുകൾക്ക് റീസ്ട്രക്ചർ ചെയ്യാനുള്ള 20,000 കോടിയുടെ സ്കീമാണ് വന്നിരിക്കുന്നത്. അതിൽ പ്രൊമോട്ടർക്ക് 15%, അതായത് യൂണിറ്റിലുള്ള പ്രൊമോട്ടറുടെ സ്റ്റേക്കിന്റെ 15% പേഴ്സണൽ ലോണായി തന്നിട്ട് അതിനെ റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു സ്കീമാണ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സ്കീമിന്റെ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. 10 വർഷത്തെ ലോണിൽ 7 വർഷത്തെ മൊറട്ടോറിയം ഉണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. 7 വർഷത്തെ പ്രിൻസിപ്പലില് മൊറട്ടോറിയം കഴിഞ്ഞിട്ട് 3 വർഷം കൊണ്ട് പേ ചെയ്താൽ മതി. ഇത് ആണ് ഫസ്റ്റ് ഡെപ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അതിനുവേണ്ടി ഈ 15% ഈ പ്രൊമോട്ടർ കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. അതിന്റെ 90% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി ഉണ്ട്. 10% മാത്രമാണ് പ്രൊമോട്ടർ. എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി നിങ്ങൾ ഓൾറെഡി അറിയാവുന്നതാണ്. 20% ഔട്ട്സ്റ്റാൻഡിംഗ് ലോണിന്റെ കവർ ചെയ്യുന്നതാണ്. അതിന്റെ ഓൾറെഡി അത് എല്ലാവർക്കും അവൈലബിൾ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. ഓൾറെഡി കേരളത്തില് ഏതാണ്ട് 6,000 കോടി രൂപയോളം ഇതിനകത്ത് കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞ് സാങ്ഷൻ ആയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ഏതാണ്ട് മോർ ദാൻ 1.2 lakh crore ഓൾറെഡി സാങ്ഷൻ ആയിട്ടുണ്ട്. 60,000 കോടി രൂപ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 1 ലക്ഷത്തിലോളം MSMEകൾക്ക് അത് ഓൾറെഡി അത് അവൈൽ ചെയ്തിട്ടുണ്ട്, അതിന് സാങ്ഷൻ ആയിട്ടുണ്ട്. കേരളത്തിലെ ഫിഗറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ജൂൺ 3 ഫിഗർ ആയിരുന്നു, ജൂലൈയിലെ ഫിഗർ ആയിരുന്നു. ഇത് ഫിഗർ ഇപ്പം മാറിയിട്ടുണ്ട്, കൂടുതലായിട്ടുണ്ട്. സോ ദി സ്കീം ഈസ് നൗ പ്രോപ്പർ. ഉദ്യം രജിസ്ട്രേഷൻ, MSMEയുടെ രജിസ്ട്രേഷൻ നേരത്തെ പറയേണ്ടായി. പുതിയ രജിസ്ട്രേഷൻ പ്രോസസ്സ് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ യൂണിറ്റുകളും പുതിയതായിട്ട് തുടങ്ങുന്നതും നേരത്തെ എല്ലാവരും ഈ ഉദ്യം രജിസ്ട്രേഷനിലേക്ക് മാറണം. അതിന് പാനും GSTനും ാണ്. പാനും GSTനും വേണം. പ്രൊപ്പറേറ്ററുടെ പാനിന്റെയും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന്റെ അത്രയും സിഗ്നറ്ററി അവരുടെ പാനിന്റെ ബേസിലാണ് ചെയ്യേണ്ടത്. അവരുടെ ആധാർ ബേസിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. GSTനും IT റിട്ടേൺസും ഫയൽ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. MSMEകളുടെ അതനുസരിച്ചിട്ട് റീക്ലാസിഫൈ ചെയ്യും. അപ്വേർഡായിട്ടും താഴോട്ടും മുകളിലോട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവറിലും ഇൻവെസ്റ്റ്മെന്റും താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഏതെങ്കിലും ഒന്നിലേക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ട്രെഡ്സ്, ജം അങ്ങനെയുള്ള ലിങ്കുമായിട്ട് ലിങ്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പുതിയ രജിസ്ട്രേഷനിലേക്ക് പോകണം എല്ലാവരും. MSMEകളുടെ ഈ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മേക്ക് ഇന്ത്യ പോളിസി ആയിട്ട് ലോക്കൽ കണ്ടന്റ് എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. 50% ലോക്കൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ പർച്ചേസിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കും. L1 ആയിട്ടുള്ള അവര്
L1 ആക്കി പ്രൈസ് L1ലേക്ക് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള പോളിസി വന്നിട്ടുണ്ട്. ജമ്മിന്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി. ഗവൺമെന്റ് ഇ മാർക്കറ്റ് ആണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ് ജമ്മ്. ഒരു വലിയ ഒരു മാർക്കറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്കും ജം പോർട്ടലിൽ ഒരു പ്രത്യേക പോർട്ടലുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വിത്തൗട്ട് കൊട്ടേഷൻ ഇല്ലാതെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഈ സ്റ്റാർട്ടപ്പുകൾ വഴി ജമ്മുകൾക്കുണ്ട്. സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടലിൽ ഗവൺമെന്റ് സംബന്ധമായ എല്ലാ ടെൻഡറുകളും ഈ ജം പോർട്ടലിൽ സെൻട്രൽ പബ്ലിക് പോർട്ടലിൽ അവൈലബിൾ ആണ്. MSMEകളുടെ ഗ്രീവൻസിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് എന്നുള്ള പോർട്ടൽ ഇസ് അവൈലബിൾ. സോ ഐ ആം ജസ്റ്റ് നമ്മുടെ ടൈം വളരെ കുറവായതുകൊണ്ട് ഞാൻ നമ്മുടെ MSME ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ചാമ്പ്യൻസ് പോർട്ടലിൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. ചാമ്പ്യൻസ് പോർട്ടല് www.champions.gov.in. ഇതിനകത്ത് നമ്മുടെ ഒരു പുതിയൊരു ഗ്രീവൻസ് മെക്കാനിസമാണ്. ഇവിടെ നിങ്ങൾക്ക് സജഷൻസോ നിങ്ങളുടെ ഗ്രീവൻസോ സ്കീമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ MSME ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. MSME ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് dcmsme.gov.in. MSMED തൃശ്ശൂരിനും വെബ്സൈറ്റ് ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. So we will go to the question answer session. If any questions are there, already it's 1:45.